ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങാട്ടെ നമുക്ക്. വീഡിയോയുടെ ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടാ. അതെ, പിള്ളേര് കവറും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പൊ അമ്പഴങ്ങ പൊട്ടിക്കാൻ പോയല്ലോ പിള്ളേരെ. കമോൺ, ഇറങ്ങാങ്ങോട്ട്. അപ്പൊ നമുക്ക് അമ്പഴങ്ങ പൊട്ടിക്കാം. ചാമ്പയ്ക്കൊക്കെ കൊറേ കൊത്തിയും ഇതായൊക്കെ പോയി. താഴെ പോയിക്കണോക്കെ തോര വീണ് നടക്കണ. ഇങ്ങനെ പിടിക്ക ജാനു, വെറുതെ ഇങ്ങനെ കാണിച്ചാ പോരും. കണ്ടാ, ഈ കൈ കൊണ്ട് ഈ ഞെട്ടിയൊന്നും ഇങ്ങനെ കാണിക്കാ മതി. ട്വിസ്റ്റ് ചെയ്താ മതി ഞെട്ടിയുടെ അവിടെ. കണ്ടാ, അതന്നെ പൊട്ടിച്ചേ. അതാണ് കേട്ടോ നമ്മുടെ സ്വീറ്റ് അമ്പഴം. നമ്മുടെ നാരങ്ങ പോലെ തന്നെ വടുകപ്പുളി ഉണ്ടല്ലോ, കറി നാരങ്ങ, അതുപോലെ തന്നെ ഒരുപാട് കായ തരണ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ അമ്പഴങ്ങ. അതെ, ഇതിനൊരു ഇതൊന്നും ഇല്ല, എന്താ പറയാ, സീസൺ ഒന്നുമില്ല. അപ്പൊ ഈ കായ കഴിയുമ്പോഴേക്കും ദേ അടുത്ത കായ വലുതായി തുടങ്ങി. അത് കഴിയുമ്പോഴേക്കും ദേ അടുത്തത് പൂവിട്ട് തുടങ്ങി. കണ്ടോ, പൂവാണുണ്ടോ, ദേ പൂവിട്ട് തുടങ്ങി. അപ്പൊ പല സൈസിലുള്ള കായ ഇതിലുണ്ടാവും. നല്ല വലിപ്പമുള്ളതുണ്ടാവും, ചെറുതുണ്ടാവും. അപ്പൊ നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ പൊട്ടിച്ചെടുത്താൽ മതി. ചിലവര് ഇങ്ങനത്തെ എടുത്തിട്ട് നമ്മൾ ഈ കടുമാങ്ങാച്ചാർ ഇടാൻ പോലെയൊക്കെ ഇടും. അപ്പൊ നമ്മളിത് അമ്പഴങ്ങ പൊട്ടിച്ചോണ്ടിരിക്കുക കേട്ടാ. വെള്ളം വീണ്ടില്ല പക്ഷേ, മഴ പെയ്തിട്ട് ചെടികളുമ്പോ വെള്ളം നിൽക്കുന്നുണ്ട്. അത് വലിക്കണ വഴിക്ക് മേത്തേക്കൂടെ വീഴ. നമശിവ് ഇത് കഴിഞ്ഞാൽ നേരെ കുളിച്ചോട്ടാ. ജാനു ഇത് കഴിഞ്ഞാൽ നേരെ കുളിച്ചോ. ജാനു ഇന്ന് വഴിക്കൊന്ന് വീണുണ്ട് കേട്ടാ. ഒന്ന് മൂട് കാണിച്ചേ ജാനു, ഒന്ന് കാണിക്കേ. കുട്ടി വഴിക്ക് മൂടും കുത്തി വീണു. സാരില്ലേ ജാനു, മഴക്കാലായ ഒരു വീഴ്ചയൊക്കെ ഉള്ളതാ. പൊട്ടിക്ക്. ഇതാണ് കേട്ടാ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ. ഇപ്പൊ ഫ്രൂട്ട്സ് ഒന്നും അധികം ഇല്ല. സീസൺ ആകുമ്പോ വേറെ വീഡിയോ ഇടാട്ടാ. ശിവ് കണ്ണടച്ചാ പൊട്ടിക്കണേ. ഇട് ജാനു, ഞാൻ പറഞ്ഞ പോലെ ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ വലിക്കണ്ടല്ലോ. ദേ ഇവിടെയൊക്കെ നിക്കണ്ട്. ദേ ഇത് ശരിക്കും പറഞ്ഞ കൊലയായിട്ടൊക്കെ പൊട്ടിക്കുക. ഈ കടുമാങ്ങ പൊട്ടിക്കണ പോലെ. നമുക്ക് ഇപ്പൊ ആവശ്യത്തിനല്ലേ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. കൊലയായിട്ട് വലിക്കാൻ നിന്നാ ഫുൾ വെള്ളം നമ്മുടെ തലേ കൂടെ വീഴും. നമിച്ചു, അതേ വലിയൊരു കൊല നമിച്ചു. കൊലയിട്ട് പൊട്ടിച്ചോക്കാം. അല്ല ദൈവമേ, അയ്യോ, കൊലയിട്ട് പൊട്ടിച്ചതാ. കമ്പടക്കം പോന്നു. നോക്കിയടാ, സൂപ്പർ വലിപ്പുള്ളത് തന്നതില്. അതിലിട്ടെ ചെടികൾ നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ. അത് സ്വീറ്റ് അമ്പഴം കഴിഞ്ഞു. ചാമ്പയ്ക്ക, മാവ്. പക്ഷെ അത് ഉണങ്ങിയിട്ട് വീണ്ടും പൊടിച്ചു വരിക. അത് മാവല്ല, അതാണ് മക്കളെ നോസ്റ്റു ആണ്. എന്റെ നോസ്റ്റു നമ്മുടെ സാധാ കശുമാങ്ങ ചാമ്പയ്ക്കാണ്. നല്ല പിങ്ക്. അത് അറിയില്ലേ ജാനുവിന്? മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ നോക്കി. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെ അതേ ഒരു വേപ്പിലയുടെ തൈ ഉണ്ടായി, ഒരു മാവും തൈ ഉണ്ടായി. അത് രണ്ടും കൂട്ടി ഒരുമിച്ച് വെറുതെ കുഴിച്ചിട്ട് വന്ന്. പിന്നെ ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല, അത് അങ്ങനെ വളർന്നതേ. ഇപ്പൊ രണ്ടും കൂടി നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഒറ്റ കടയില് ഒരു മാവിന്റെ കടയും ഒരു കറിവേപ്പിന്റെ തൈയും കൂടി ഒരുമിച്ച് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ തല്ലൊന്നും കൂടാണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് വലുതാവുണ്ട്. ഇനി വലുതായി കഴിയുമ്പോ എന്താവും അറിയില്ല. അതെ, ഒരു അണ്ണാനെ നോക്ക്. ഇത് അമ്പഴത്തിന്റെ അടുത്ത് അണ്ണാനെ കണ്ട. അമ്പഴത്തിന്റെ അടുത്ത് അണ്ണാൻ പോയത് കണ്ടില്ലേ? അമ്പഴങ്ങ പൊട്ടിക്കച്ചല്ലേ പോയാള്. പക്ഷേ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇത്തിക്കണ്ണിയുടെ ഏതാന്ന് തോന്നുന്നു. ഇതുമ്മ മുളച്ചു വരുന്നതേ കണ്ടാ. ഇത്തിക്കണ്ണിയാണ്. എന്റെ ചെടിമിയാ വേറെ കൊന്നു. ഇത് ഇത്തിക്കണ്ണിയാണോ മരവാഴിയാണാവോ? ഇത്തിക്കണ്ണിക്ക് പക്ഷെ ഇത്ര നീട്ടുള്ളല്ലോ. മരവാഴി ഇത്തിരി കട്ടികളല്ലായിരിക്കും. ഇത് വേറെന്തോ ഇവരെ നശിപ്പിക്കാൻ വരുന്ന ഒരു ചെടിയാണ്. ഇത്തിക്കണ്ണിയുടെ എനിക്ക് തോന്നുന്നു. ഇത്തിക്കണ്ണിയുടെ വിത്തങ്ങാനും വീണ് മുളച്ചതായിരിക്കും. ഇത്തിക്കണ്ണി ഇനിയൊന്നുണ്ട്. പറയൂ കൂട്ടുകാരെ, ഇത് ഇത്തിക്കണ്ണിയാണോ? കാണുന്നുണ്ടോ? ഇത്തിക്കണ്ണിയാണോ അതോ വേറെ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത്തിക്കണ്ണി ഇങ്ങനെ ഒടിയുമല്ലാതെ. ഇത്തിക്കണ്ണി തന്നെയാ. ഇത്തിക്കണ്ണിയുടെ അല്ലേ കട്ടിയുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒടിച്ചു നോക്കി അറിയാന്തേ. കണ്ട, ഇത്തിക്കണ്ണി തന്നെയാണ്. ഭാഗ്യം കണ്ടത്, ഇല്ലെങ്കിൽ എന്റെ മാവ് നാശമായി പോയേനെ. പാമ്പുംകാവിനെ ഇവര് നമ്മുടെ പാമ്പുംകാവ് വീടിന്റെ ഫ്രണ്ടിലായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് മാറ്റി വേറെ ഒരു പറമ്പ് തിരിച്ച് അതിന്റെ ഉള്ളിലേക്ക് വെച്ചേക്കാണ്. കണ്ട, ഞങ്ങളുടെ കാവാണ് കേട്ടാ, കരിനാഗങ്ങളുള്ള കാവ്.
അപ്പൊ അതിന്റെ അടുത്തുകൾ നിൽക്കണ ഈ പാല എന്തുട്ടാ സാധാരണ പാല ഏഴിലം പാലയുടെ കൊമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ പൂജയ്ക്ക് പറഞ്ഞപ്പോ പ്രശാന്തേട്ടൻ 3 കൊമ്പ് കൊണ്ടു. അത് സാധാരണ ചെടിപ്പാലയാണ്, നല്ല ഭംഗിയുള്ള പൂടണ വെള്ള പാലയുടെ ഒരു ചെടി ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അത് ഏഴിലം പാലല്ല, അത് കാരണം അത് വേണ്ടാന്നിട്ട് കാട്ടി കളഞ്ഞു. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ദാ മൂലക്കേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കായിരുന്നു ആ നമ്പ്യാർവട്ടം ചെടിയുടെ അടുത്തേക്ക്. അപ്പൊ പിന്നെ ഞാൻ പറമ്പ് നനയ്ക്കാൻ വന്നപ്പോ പിന്നത്തെ ആഴ്ച ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് അതിന്റെ കൊമ്പല്ലേ, ഇത് വെറുതെ കളയണ്ട, വെറുതെ ഒന്ന് കുഴിച്ചിടാന്ന് വെച്ചിട്ട് ഇവിടെ ഒരു കൊമ്പ് കുഴിച്ചിട്ടു. അതുപോലെ അതിന്റെ ബാക്കിൽ നിൽക്കണോ, കാണുന്നുണ്ടോ, അതിന്റെ ബാക്കിൽ ഒരു കൊമ്പ് കുഴിച്ചിട്ടു. പിന്നെ ഒരു കൊമ്പ് കൂടി ഉണ്ടായില്ലോടാ, അത് അവിടെ കുഴിച്ചിട്ടു. നമ്മൾ നേരത്തെ ചാമ്പയ്ക്ക് പൊട്ടിച്ചത് ആ സ്ഥലത്ത് അത് കാണും. ചാമ്പയുടെ ഇപ്പുറത്തും കുഴിച്ചിട്ടു. ഇവിടെ എന്റെ കുറെ ചെടികൾ നിൽക്കുന്നുണ്ട് കണ്ടാ, ചാമ്പയുടെ ഇപ്പുറത്തും കുഴിച്ചിട്ടു. വെറുതെ കുഴിച്ചിട്ട് കാട്ടാ, 2 ആഴ്ച കഴിഞ്ഞത് ഉണങ്ങി കടിച്ച തെയ്യാണ്, അല്ല കൊമ്പാണ് കുഴിച്ചിട്ടെ. പക്ഷെ അവന്മാരെ അങ്ങോട്ട് പിടിച്ച് വലുതായി ഇപ്പഴേ വലിയ മരമായി നിൽക്കണേ, നല്ല വലിയൊരു പാല മരമായി നിൽക്കണം. നിറച്ച് പൂടാറുണ്ട്. ഇപ്പൊ മഴക്കാലമായ കാരണം നിറച്ച എല്ലിയാണ്, പക്ഷെ നല്ല മണമുള്ള സൂപ്പർ പൂടാറുണ്ട് കേട്ടോ. അതാണ് ഈ പാലയുടെ കഥ. അതുപോലെ ഈ ചെടിയാണെങ്കിലും ഒരു കഷ്ണം വെറുതെ കൊണ്ടുപോയി പറമ്പിൽ കുഴിച്ചിട്ടതാ, ഒക്കെ വലുതായതേ. പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ചെടികൾ കാണാം. എല്ലാ മരത്തിന്റെ ഇടയിലും ഞാൻ കുറേശ്ശെ ചെടികളും കൂടി കുഴിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഫുള്ള് മഞ്ഞ റംബൂട്ടാനാണ് ഇത്തവണത്തെ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, നിൽക്കുന്ന ഒരു മഞ്ഞ റംബൂട്ടാൻ കണ്ടാ, മഞ്ഞാണ് കാച്ചേക്കണേ. ഇതാണ് നമ്മുടെ ബാക്കിൽ വരുന്ന ബാക്ക് യാർഡ്, ഞങ്ങളുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ തോട്ടം. ചെറിയൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് തോട്ടം, കൂടുതലും മാവുകളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞമ്പഴത്തിന്റെ കൂടി പൊട്ടിക്കാം. അമ്പഴങ്ങ അന്ന് ഒരു തൈ വാങ്ങിച്ചപ്പോ നന്നായി ഉണ്ടാവണ കണ്ടപ്പോ പ്രശാന്തേട്ടൻ വീണ്ടും വാങ്ങിച്ചിട്ട് വന്ന തൈ. നമ്മുടെ വീടൊക്കെ കാണാൻ ആരെങ്കിലും ഒക്കെ വരുമ്പോഴും അപ്പൊ നമ്മുടെ വളപ്പിലുണ്ടായ എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ്, അവർക്കും ഒരു ഹാപ്പിനെസ് അല്ല നമുശിവേ? യെസ്. അത് നമ്മൾ ഇതുപോലെ വേറെ വളമൊന്നിട്ട് ഉണ്ടാക്കുന്നല്ലോ, നമ്മള് പച്ചവളം, ചാണകപ്പൊടി, ആട്ടുംകാട്ടം. ഇത് എന്നെ തന്നെ ചുറ്റിപ്പറ്റി നടക്കണെന്താ ഈ ബട്ടർഫ്ലൈ. അപ്പൊ നമ്മൾ കൊടുക്കണ 2 സാധനങ്ങൾ, എപ്പോഴും നമ്മുടെ വളപ്പിൽ ഉണ്ടാവുന്ന 2 സംഭവങ്ങൾ ഇതൊക്കെയാണ്, ഒടുകപ്പുളി പിന്നെ നമ്മുടെ സ്വീറ്റ് അമ്പഴം. ഒരു സ്വീറ്റ് അമ്പഴം നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ഒരു മൂത്ത അമ്പഴങ്ങയുടെ കുരു കുഴിച്ചിട്ടാലും മതി, അടിപൊളിയായിട്ടുണ്ടാവും സ്വീറ്റ് അമ്പഴം. പിന്നെ സ്വീറ്റ് അമ്പഴത്തിന്റെ ഇത് എന്താന്ന് വെച്ചാലേ നമ്മുടെ സാധാരണ അമ്പഴങ്ങയുടെ പോലെ ഇതില്ല, എന്നിട്ട് പറയാ നാരില്ല, ഇതിന് അധികം നാരൊന്നും ഇല്ല കേട്ടാ. നമുക്ക് പോണ്ടേ എങ്ങടാ? ജുറാസിക് പാർക്ക് കാണാനൊക്കെ പോണെന്ന് വെച്ചാ വേഗം പൊട്ടിച്ചോ. കണ്ടേ, ഇവൻ ചെറുതാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ, നിറച്ച് അമ്പഴങ്ങി ഉണ്ടായിണ്ടേ കണ്ടാ, പൊള്ളിയായിട്ടുണ്ടായിണ്ട്, കൊല കുത്തി ഉണ്ടായിണ്ട്. ഇത് രസാലെ കാണാൻ തന്നെ. നമ്മള് വെച്ച തൈകളുമെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായി കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷാ. അപ്പൊ നമ്മൾ ചിലപ്പോ കഴിക്കുന്ന സാധനം ഒന്നും ആയിരിക്കില്ല, പക്ഷെ അതൊക്കെ ഉണ്ടായി കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത് പൊട്ടിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കാം. കുറച്ച് നമുക്ക് അച്ചാറ് ഉപ്പിലിടാൻ അങ്ങനെ ചെയ്യാല്ലേ. അച്ഛൻ കഴിക്കുമല്ലോ, അച്ഛനും ഞാനും കഴിക്കില്ലടി, ഞാനും കഴിക്കില്ല ഉപ്പിലിട്ടാ. അമ്പോ നീ ഇങ്ങനെ കാണില്ലേ, ഞാൻ കാണിക്കാൻ വന്നാട്ടാ പൊട്ടിച്ചത്. ഇത്തിരി കൂടെ നീക്കോ ബാക്കിക്ക് ചേട്ടന്റെ അടുത്തേക്ക്. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് നമ്മുടെ പറമ്പിലെ വിശേഷങ്ങൾ കേട്ടാ, ഇതൊക്കെയാണ്. ബായ് പറയാറായിട്ടില്ല ഗായ്സ്. ബേബി അപ്പൊ ഇനി സിനിമയ്ക്കൊക്കെ പോണത് പറയണ്ട അവരോട്, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ബായ് പറയാ. സിനിമയുടെ കഥയൊക്കെ പറയാണ്ടിരിക്കുക ഭേദം. ജുറാസിക് വേൾഡ് കാണാൻ ചാടിത്തുള്ളി പുറപ്പെട്ടതാ, ഒന്നും ഞാൻ പറയണില്ല, കണ്ടറിഞ്ഞോ. പിന്നെ നല്ല മഴയാന്നും പറഞ്ഞ് മുടക്ക് കൊടുത്തതാട്ടെ ഇവന്മാർക്ക്. ആ പറഞ്ഞപ്പോ തൊട്ട് മഴ പെയ്തിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുട്ടാ? ഈ കഴിക്കാത്ത ചെടികളോട് കഴിക്കോ നമ്മുടെ ചെടികള്? കാക്കയുണ്ടാ? കായ്ക്കാത്ത ചെടികളോട് ഞങ്ങൾ പറയും ഒരു ഫ്രൂട്ട് ഉണ്ടായി തരോ, കൊതിയായിട്ടാന്ന് പറയും. അപ്പൊ 2-3 ദിവസം കഴിയുമ്പോ അത് പൂട്ടുണ്ടാവും. 2 ദിവസം കഴിയുമ്പോഴേക്കും പൂടും. എന്തുട്ടുണ്ടായിക്കണേ? അങ്ങനെ അബിയുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം മാത്രം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായത് എന്തിട്ടായിരുന്നു? അല്ല, നാരങ്ങ ഓർമ്മയില്ലേ? നാരങ്ങയോട് ഒരു നാരങ്ങയെങ്കിലും ഉണ്ടാവോ? നാരങ്ങ ഞങ്ങളെ നാണം കെടുത്താണ്ട് ഒരെണ്ണം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പിണ്ട് ഒരു നാരങ്ങ മാത്രം ഉണ്ടായി, പിന്നെ ഉണ്ടായില്ല. എന്ത് നാരങ്ങയായിരുന്നു? വെള്ളം കലക്കണ നാരങ്ങ, ചെറുനാരങ്ങ. മാങ്ങ പിന്നെ ഉണ്ടാവാറുണ്ട്. ചാമ്പയ്ക്ക ശരിയാ, അതൊക്കെ ഉണ്ടായില്ല ഞാനും. ഇവിടെ ഇപ്പൊ നമ്മുടെ വളപ്പിലുള്ള ചെടികളിലെ റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റിൻ ഉണ്ട്, പിന്നെ എന്തിട്ടൊക്കെ ഉണ്ട് വേറെ? റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റിൻ ഉണ്ട്, അവക്കാഡോ ഉണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെന്താ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, അമ്പഴങ്ങയുണ്ട്, വാഴയുണ്ട്, പിന്നെ കശുമാങ്ങ ചാമ്പയ്ക്ക, സാദാ ചാമ്പയ്ക്ക, സീഡ്ലെസ് ചാമ്പയ്ക്ക, റെഡ് ചാമ്പയ്ക്ക, വൈറ്റ് ചാമ്പയ്ക്ക, അങ്ങനെ ഒരു 5-6 ടൈപ്പ് ചാമ്പയ്ക്ക ഉണ്ട്. മാംഗോസ്റ്റിൻ ഉണ്ട്. ഇതിലേതാ ജാനും? ബേറാപ്പിൾ ഉണ്ട്, പിന്നെ റംബൂട്ടാൻ നമ്മുടെ മഞ്ഞ മാത്രമേ കാച്ചിട്ടുള്ളൂ. പിന്നെ സീതപ്പഴം ഉണ്ട്, മറ്റേ മൾബറി ഉണ്ട്, പിന്നെ ലൂബിക്ക ഉണ്ട്, അരിനെല്ലി ഉണ്ട്, അരിനെല്ലിക്ക ഉണ്ട്, സാധാ നെല്ലിക്ക ഉണ്ട്, ലൂബിക്ക ഉണ്ട്, മധുര ലൂബി ഉണ്ട്, പിന്നെ അതുള്ളത് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, അബിയും ഉണ്ട്. ഇതിലേതാ ജാനുവിന് ഇഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ളത്?
അബിയു ആണോ? ഇപ്പൊ ഉണ്ടായതിൽ പറഞ്ഞാൽ മതി. ഉണ്ടായത് നമുക്ക് അമ്പഴങ്ങ ഉണ്ടായി, മാങ്ങ ഉണ്ടായി, ചക്ക ഉണ്ടായി, റംബൂട്ടാൻ ഉണ്ടായി, പിന്നെ എന്തിട്ടുണ്ടായി? സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായി, മറ്റേ കാപ്പി കളർ പേരല്ലോ, വയലറ്റ് പേരയ്ക്ക് ഉണ്ടായി, പിന്നെ എന്തിട്ടാ പേരയ്ക്ക് സാധാരണ ഉണ്ടായി, ലൂബിക്ക് ഉണ്ടായി. ആ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് മൂന്നും ജാനുവിന്റെ ഫേവറേറ്റ് അല്ലേ? എനിക്ക് എല്ലാ അവക്കാടോ കാച്ചിട്ടില്ലല്ലോ. കാച്ചതിലും ജാനുവിന്റെ ഫേവറേറ്റ് അമ്മ ചോദിച്ചത്. അപ്പൊ നമുക്ക് പതുക്കെ വീട്ടിൽ പോയല്ലോ. അതിലെ കയറണം, ഇതിലെ കയറണം, അതിലെ കയറാം. പോകോ. ആദ്യത്തെ തീർന്നോട്ടെ. അപ്പൊ ഞങ്ങൾ ഇവന്മാരെ മുട്ടടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞ് അമ്പഴങ്ങേനെ ഞങ്ങൾ മുട്ടടിച്ചു. ഇവന്റെ ഫുള്ള് ഞങ്ങൾ പൊട്ടിച്ചു. ഇനി അവിടെ നിന്ന് പൊട്ടിക്കാനുണ്ട് അല്ലേ ജാനു? അത് അവിടെ നിൽക്കട്ടെ കുറച്ച്. ഇനി ആരെങ്കിലൊക്കെ വരുമ്പോ കൊടുക്കാം. ജാനു വഴിക്കുന്നത് ഇവിടെയല്ലേ? അവിടെ വെള്ളം വീണട്ടെ വഴുക്കലുണ്ട്. ഇതാണ് നടക്കുന്നുണ്ട്. റംബൂട്ടാൻ ഉണ്ടോ നോക്കിയ? റംബൂട്ടാൻ ഞാൻ പൊട്ടിച്ചു നേരത്തെ. നാരങ്ങയും പൊട്ടിച്ചു ഞാൻ. നാരങ്ങ നോക്കിയ റംബൂട്ടാൻ ഉണ്ടോന്ന്? റംബൂട്ടാൻ ഫുള്ള് മുട്ടടിച്ചു ഗായ്സ്. റംബൂട്ടാൻ ആരാത് പറഞ്ഞോണ അതിന്റെ ഇടക്കൂടെ? റംബൂട്ടാൻ കുറെയൊക്കെ ഞങ്ങൾ അണ്ണാർക്കണ്ണന്മാര് കഴിച്ചു, കുറെ തൊപ്പിക്കിളികൾ കഴിച്ചു. പിന്നെ ബാക്കി ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോ നല്ല മഞ്ഞയായിട്ട് കുറച്ച് നിൽക്കണ്ടായി. അപ്പൊ അതൊക്കെ പൊട്ടിച്ച് ഇവര് തന്നെ കഴിച്ചു കേട്ടോ. ഒരു ലോഡ് ഉണ്ടായിരുന്നു, അത് മൊത്തം ഒറ്റയടിക്കിരുന്ന് കഴിച്ചു. ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ജ്യൂസ് അടിക്കാനുള്ള സാധനം കിട്ടിയില്ല. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ പോയാലോ? കൈ ഇടണ്ട, കൈ ഇടാൻ പാടില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ആ പശയൊക്കെ ഉണ്ടാവും. നമ്മളാ ഇത് പൊട്ടിച്ചതല്ലേ. വേറെ പാറ്റി ഉണ്ടോ നോക്കിയറാ? അതില് വേറെ പാറ്റി ഉണ്ടോ നോക്കി? പാറ്റിയല്ല, പാറ്റിയോ, പ്രസവിച്ചോ. മീൻ പ്രസവിച്ചാണ് പറയുന്നതാണ് പാറ്റീന്ന്. ഇപ്പൊ നമ്മള് ബ്രാല് പാറ്റി എന്നൊക്കെ പറയില്ലേ. ഇതാട്ടോ നമ്മുടെ കുഞ്ഞിതുകൾ വലുതായില്ലേ? നോക്കിയേ, ഇതായി. നമ്മള് 2 ഗർഭിണികളെയും അവരെ ഭർത്താക്കന്മാരെയും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് 2 പേരും പ്രസവിച്ചു. എന്നാ വിട്ടോ, വണ്ടി വിട്ടോ. അത് നേരത്തെ പൊട്ടിച്ചപ്പോ തെറിച്ചു വീണതായിരിക്കും. അത് കളഞ്ഞോ? അതും ഒരു പാടുണ്ട്, കളഞ്ഞോ. ഇതിപ്പോ നമുക്ക് റംബൂട്ടാനായാലും എന്ത് ഫ്രൂട്ടാണെങ്കിലും ചെറിയ പാടോ കൊത്തലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എത്ര നല്ല ഫ്രൂട്ടായാലും നിങ്ങൾ കഴിക്കാൻ നിൽക്കരുത് കേട്ടാ. കാട്ടി കളഞ്ഞോളൂ. എന്ന് വെച്ചാ നിപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് അല്ല ജാനു? മരേ വീണു. അപ്പൊ അതുമെന്ന് കുറെ കപ്പക്കായും കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ വെച്ചോ മേശമേ. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇതൊക്കെ ആർക്കൊക്കെ സപ്ലൈ ചെയ്യണം. നമുക്ക് കുറച്ച് ഉപ്പിലിടണം അല്ല അംശു? യെസ്. റംബൂട്ടാൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതേട്ടാ. കുറച്ച് റംബൂട്ടാനും കിട്ടിയിട്ടുണ്ട്. തീർന്നു, റംബൂട്ടാന്റെ സംഭവമൊക്കെ തീർന്നു. ഇനി പുതിയത് ഉണ്ടായിട്ട് വേണം. ചിലപ്പോ അപ്പോഴത്തേക്ക് ആ റെഡ് പൂക്കണുണ്ടെന്ന് തോന്നുന്നു. പൂവാണോ അല്ലയാണോ വരണേന്ന് അറിയില്ല. പക്ഷെ അതുമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ ഇനി റെഡ് പൂത്തിട്ട് കിട്ടുമായിരിക്കും. ഒരു ദിവസം രമ്യേച്ചിയുടെ കൂടെ ഞങ്ങൾ ആ ട്രിപ്പ് പോയപ്പോ റംബൂട്ടാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായി ഞാൻ. അപ്പൊ ഈ റംബൂട്ടാൻ പൊളിച്ചു കാണിച്ചപ്പോ ഇത് എങ്ങനെ നീ പൊളിക്കണേ, ഇത് നീ ഒന്ന് വീഡിയോയിൽ പറയണമെന്ന്. അപ്പൊ രമ്യേച്ചി പറഞ്ഞ കാരണം കൊണ്ട് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. പക്ഷെ ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ഞാൻ എങ്ങനെയാ റംബൂട്ടാൻ പൊളിക്കുക എന്നുള്ളത്. നമുക്ക് ഇതുമെന്ന് ഒരു റംബൂട്ടാൻ പൊട്ടിച്ചെടുക്കാം. ഞാൻ എങ്ങനെയാ പൊട്ടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ 2 വിരലിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് അമർത്തും. അതേ പൊളിഞ്ഞു കണ്ട. ഞാൻ ഇങ്ങനെയാണ് റംബൂട്ടാൻ പൊളിക്കാറ്. ഇതെനിക്ക് എൻ്റെ അച്ഛനാണ് അങ്ങനെ പൊളിച്ച് കണ്ടേക്കണേ. അച്ഛൻ അങ്ങനെ പൊളിക്കണ കണ്ടാണ് ഞാൻ അങ്ങനെ പൊളിച്ചെടുക്കാറ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പൊളിക്കാറ്? കത്തിയൊന്നും ഉപയോഗിക്കാണ്ട് പൊളിക്കാറുണ്ടോ? അറിയാത്തവർക്ക് അറിയാനായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇത് കുറെ പേർക്ക് അറിയാന്ന് എനിക്ക് അറിയാട്ടാ. അങ്ങനെ 2 കൂടി നമുക്ക് അങ്ങനെ പൊളിച്ചാലോ? ഈ റംബൂട്ടാൻ നല്ലതാട്ടാ. ഈ മഞ്ഞ ഇത് തൊലിമെന്ന് വിട്ടു പോരണതാ. ദേ കണ്ട, ഇത് തൊലിമെന്ന് ഇതിന്റെ പൾപ്പ് വിട്ട് കിട്ടണതാ. കാണിച്ചരാട്ടാ. തൊലിമെന്നല്ല, സോറി, അതിന്റെ കുരുമെന്ന്. കണ്ടോ ഇങ്ങനെ പൾപ്പ് വിട്ട് പോരണ റംബൂട്ടാൻ എനിക്കിഷ്ടം. ഇതാകുമ്പോ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ. ദേ കടിച്ചു വലിക്കൊന്നും വേണ്ട, സുഖമായിട്ട് പൊളിഞ്ഞു പോരും. ഇനി ഒരെണ്ണം കൂടി ഞാൻ പൊളിച്ച് കാണിച്ചു തരാട്ടാ. ഇങ്ങനെ 2 വിരലിന്റെ ഇടയിൽ വെക്കും. ഇത് പിടിച്ച് അങ്ങോട്ട് അമർത്തും. അപ്പോഴേക്കും ദേ പൊളിഞ്ഞു. ഇതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനാണ് കേട്ടാ എനിക്കിങ്ങനെ പറഞ്ഞു തന്നത്. നമ്മുടെ ജാനുക്കുട്ടി എത്തിയിട്ടുണ്ട്. 2 അവൾക്ക് പൊളിച്ചു കൊടുക്കാം. 2 റംബൂട്ടാൻ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാട്ടാ. ഇതാണ് നമ്മുടെ തൊലിമെന്നല്ലോ കുരുമെന്ന് വിട്ടു പോരാത്ത റംബൂട്ടാൻ. ഇതാണ് നമുഷോ. നിനക്ക് വേണോ റംബൂട്ടാൻ? ഇതിന്റെയും അതിന്റെയും പ്രത്യേകത നോക്കിക്കോളൂ. അത് നിങ്ങൾ കണ്ടില്ലേ, ചെറുതാണ് അത്. പിന്നെ തൊലിമെന്ന് കുരുമെന്ന് വിട്ടുപോരില്ലേ. ഇത് കണ്ടോ, നല്ല സൈസും ഉണ്ട്, എന്നാൽ കളറിലും ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന് ഇത്തിരി കൂടി കട്ടിയുണ്ട്. ഇത് വളരെ കുഞ്ഞിതുമാണ്. പിന്നെ ഇതിന്റെ കളറും വ്യത്യാസമുണ്ട്. ഇത് ഇത്തിരി കൂടി വാട്ടറിയാണ്, മനസ്സിലായ? കുറച്ചും കൂടി വെള്ളമുണ്ട്. നിന്റെ കാണിച്ചതിന്റെ അടുത്ത് ദേ അത് ഇതും തമ്മിൽ വ്യത്യാസം കണ്ട. ഇതിന് ഇത്തിരി കൂടി ക്രീം കളറാണ്. കണ്ട,
ഇതിന്റെ പൾപ്പും വ്യത്യാസമുണ്ട് കണ്ട. ഇത് കുറച്ചുകൂടെ വാട്ടറിയാണ്, കുരുമെന്ന് വിട്ടു പോരില്ല. ഇതാണെങ്കിൽ അത്ര വാട്ടറി അല്ല, കറുമുറുന്നിനെ അത് കഴിക്കാം. കഷ്ടപ്പെട്ട് ഞങ്ങൾ 3 പേരും കൂടി കുരു അടക്കം കടിച്ചു തിന്നാ. ശിവേ, കുരുവിന്റെ പതിയാണല്ലോ. ഞങ്ങൾ 3 പേരും കഷ്ടപ്പെട്ട് ഫുള്ള് കഴിച്ചു തീർത്തു ഗൈസ്. കണ്ടാ, തിന്നാനൊക്കെ കൂടുതൽ തൊലിയാന്ന് ഉണ്ടല്ലേ ഇതിന്റെ. ഇത്രയും തൊലി കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത്ര അധികം ഒന്നും ഉണ്ടായില്ല കേട്ടാ, കുറച്ചുണ്ടായുള്ളൂ അല്ലേ. 5-4 അതിലും കൂടുതലുണ്ടായി. പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ തിന്നു ഗൈസ്. ഇനി രാവിലെ എന്ത് കഴിക്കണി, ഒന്നും കഴിക്കാൻ പറ്റും തോന്നണല്ലേ. 2 നാരങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. നാരങ്ങ നല്ല മഞ്ഞ കളറേ, അപ്പൊ ഞാൻ പൊട്ടിച്ചതാ. അല്ലെങ്കിൽ ഇനിയിപ്പൊ അവിടെ നിന്നത് ചീഞ്ഞ് വീണാലോ. ഇവിടെ ആരും നാരങ്ങക്കറി കഴിക്കൊന്നുമില്ല. എന്നാലും ഇതുപോലെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗസ്റ്റ് വരെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാലോ. ഇത് നമശിവ് പൊട്ടിച്ചത് അല്ല, ഇത് നമശിവ് പൊട്ടിച്ചത്, ഇത് ജാനു പൊട്ടിച്ചത്. 2 കവറിൽ സ്വീറ്റ് അമ്പഴം. കുറച്ച് നമുക്ക് ഉപ്പിലിടാം. പണി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. റോബിക്കുട്ടന്റെ ടൈമായി. റോബിക്കുട്ടൻ എത്തിയിട്ടുണ്ട്. ഹലോ റോബിക്കുട്ടൻ. റോബിക്കുട്ടന്റെ മേത്തായിക്കണ. റോബിക്കുട്ടാ, നീ എവിടേക്ക് പോയേ? ഇതാണ് നമ്മുടെ റോബിക്കുട്ടൻ. അവനവിടെ ക്ലീൻ ചെയ്തോട്ടെ, നമ്മളവിടെ ഇരുന്ന് ബുദ്ധിമുട്ടിക്കണ്ട. ജാനുക്കുട്ടിയുടെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജാനുവിന്റെ മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കാം നമുക്ക്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണ്ടേ, എനിക്ക് കുറെ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം എടുക്കാം. അപ്പൊ എനിക്ക് വ്ളോഗ് കറക്റ്റായിട്ട് ഇടാനായിട്ട് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു റെക്കോർഡിങ് അറിയാൻ അവിടെ ക്യാമറ അങ്ങോട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വേണമെങ്കിൽ വോയിസ് നമുക്ക് ചെയ്യുമ്പോ തന്നെ ഓൺ വോയിസിൽ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ജാനു ഇന്ന് തലമുടി കുളിച്ചിട്ടില്ല അല്ലെ ജാനു? അതെന്താ? മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾ 1.5 ഇട്ട തല കുളിക്കുക ജാനൂട്ടാ. ഞാൻ മിക്കതും തല കുളിക്കും. ഇപ്പൊ ജിമ്മിൽ പോണാൻ ചിലപ്പോഴൊക്കെ തല കുളിക്കാണ്ട് പോയിട്ട് വന്നിട്ട് കുളിക്കും. അല്ലെങ്കിൽ ചില ദിവസം തല കുളിക്കണില്ല. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട്. വേനൽക്കാലം വെച്ചാൽ എന്നും തല കുളിക്കണം, നല്ലൊരു സമാധാനമുള്ളൂ. അപ്പൊ ജാനുന്റെ എന്റെ മുടിയിൽ ആദ്യം ഞങ്ങളിത് ഇങ്ങനെ വലിയ ചെറുപ്പോണ്ടിരും കേട്ടാ. അപ്പോ ജാനുന്റെ മുടി കെട്ടി ഉച്ചയ്ക്ക് ഊണ് അച്ഛനൊക്കെ വന്ന് അച്ഛന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടേ നമുക്കിന്ന് 3 മണിക്ക് ജുറാസിക് വേൾഡ് എന്തിട്ടാ നംശു അതിന്റെ പേര്? റീബർത്ത് അല്ലേ? നംശു കൊറേ ദിവസമായി നംശു തുടങ്ങിയിട്ട്. ഒക്കെ നാശായി ജാനു. ഞാനങ്ങല്ലേ മുടി കെട്ടുമ്പോ എനിക്ക് ഇങ്ങനെ കിടന്ന് അനങ്ങണത് ഭയങ്കര ദേഷ്യം. എന്താ വെച്ചാൽ ഒരു വിധത്തിലും മുടി എല്ലായിടത്തുനിന്നും പിടിച്ചു വരുമ്പോ ഇവള് എന്തെങ്കിലും കാട്ടിക്കൂട്ടും. അതുപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പേന കണ്ടുപിടിക്കുമ്പോ ഇവള് തലേങ്ങാനാട്ടും. അപ്പൊ ആ പേൻ പോവും. പിന്നെ ആ പേന കിട്ടണ വരെ സമാധാനമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കുറെ ദിവസമായി തുടങ്ങിയിട്ട് ജുറാസിക് പാർക്ക് കാണാം. ജുറാസിക് പാർക്ക് റീബർത്ത് അല്ലെ, ജുറാസിക് വേൾഡ് റീബർത്ത് അല്ലെ. ജുറാസിക് വേൾഡ് റീബർത്ത് കാണണമെന്ന് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഞങ്ങൾ ആ ട്രിപ്പ് പോയപ്പോഴും പറയായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ജുറാസിക് വേൾഡ് റീബർത്ത് കാണണമെന്ന്. സമയം കിട്ടിയില്ല. ഇന്ന് നല്ല മഴയാന്നും പറഞ്ഞിട്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ബായ് ജനു. ഇതൊക്കെ ഞാൻ പഠിച്ചു എന്നിട്ട് ഇതൊക്കെ ഞാനും ഉണ്ടാക്കുവോ? ഞാനതിന് ഉപ്പിലിടുന്ന അറിയോ? അമ്പലങ്ങ ഞാനാണ് ഇന്ന് ഉപ്പിലിടാൻ പോകുന്നത്. അമ്പഴങ്ങ ഉപ്പിലിടുന്നത് നമശിവാണ് കേട്ടാ. ഇവന്റെ പേരെല്ലാവരും ചോദിച്ചിണ്ടായില്ലേ. മോൻ നമശിവ്, മോള് ജാനകി. ഞങ്ങള് ശിവൂന്ന് വിളിക്കും, നമശൂന്ന് വിളിക്കും, ചക്കരെ മുട്ടയെല്ലാം വിളിക്കും അല്ലെ. അതെ. നമശിവിന് അപ്രതീക്ഷിതമായിട്ട് കോളടിച്ചു, ക്ലാസ് ഇല്ല അല്ലേ. അതെ. വേറൊരു സന്തോഷം എന്താ, ജുറാസിക് വേൾഡ് വെറുതെ അല്ല ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് പിള്ളേര് ആഗ്രഹിച്ച് എന്തായിന്നറിയോ. ഒരു ദിവസം നമ്മള് ബുക്ക് ചെയ്യാന്നും വിചാരിച്ചു അല്ലെ. അന്ന് നോക്കിയപ്പോ അന്നെന്തിനായിരുന്നു ദേശീയ പണിമുടക്കായിരുന്നു. ഞങ്ങള് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ച ദിവസം ദേശീയ പണിമുടക്കായിരുന്നു കേട്ടാ. നീക്കണം നല്ല കാണാം. ഓക്കെ റെഡി. ഇത് വെക്കാൻ വേണ്ട രാവിലെ. അമ്പഴങ്ങി ഇതിരിക്കട്ടോ, ഞാൻ കല്ലുപ്പ് എടുത്തിട്ട് വരാം. അതിരിക്കട്ടോ. ഇതിന്റെ ഞെട്ടികൾ ഉള്ളത് പൊട്ടിച്ചിട്ട് ഇട്ടോളൂ കേട്ടാ. ഇത് തരണോ ചേട്ടാ? ഇതിന്റെ അടിയിലുണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ചെറുതല്ല, നമ്മള് ഒക്കെ വലുതാ പൊട്ടിച്ചേ.
ചെറുതവിടെ നിർത്തി, മനസ്സിലായി? പിന്നെ കുറച്ച് ചെറുത് ഉണ്ടായില്ലോ. പോരെ, ഇനി ഒന്നും കൂടിയിട്ട് അറിയുന്നുണ്ട്. ആ മതി മതി, കല്ലുപ്പിടാം. കല്ലുപ്പിടാം. നേരട്ടെ നമുക്ക്. ആ കേട്ടോ. മതിയാ? ആ മതി മതി. ഇനി വെള്ളം. വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ കല്ലുപ്പിട്ട് വെച്ചാ സെറ്റ് ആവും എനിക്ക് തോന്നാം. അതെങ്ങനെ? കല്ലുപ്പ് വെള്ളവും അതിന്റെ ഇതില് വെള്ളവും അല്ലേ? ഇതിന്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങും കല്ലുപ്പിട്ട് വെച്ചാൽ. ആ പിറ്റടിയാവും. ഇത് കല്ലുപ്പിട്ട് വെള്ളം ഒഴിക്കാണ്ട് വെച്ച് നോക്കാം. പിന്നെ ഒരെണ്ണം നമുക്ക് കല്ലുപ്പിട്ട് അരിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നംശിവതേ കല്ലുപ്പിട്ട മുഴുവനോട് ഇട്ടത് നംശിവ ഇട്ടത് കേട്ടാ. ഏതാ നന്നാവാ നമുക്ക് നോക്കാം. ഒരു സാധനം തന്നെയാ, എന്നാലും നമുക്ക് നോക്കാം. ഇത് കല്ലുപ്പിട്ട് എനിക്കറിയില്ല, മാങ്ങയൊക്കെ അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. കണ്ണിമാങ്ങ, അതുപോലെ നമ്മുടെ എന്തിട്ടാ ചാറ്, കടുമാങ്ങാച്ചാറിന് മാങ്ങ ഇതുപോലെ ഇട്ട് വെക്കുക. ഞങ്ങളുടെ വീട്ടിലൊരു കടുമാങ്ങ ഉണ്ടാവണ മാവുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഈ കൊല്ലം ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടൊക്കെ കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്. ഇപ്പൊ കൊടുക്കാളൊന്നും കിട്ടണില്ല, 1.5 ഇട്ടണത് കഴിക്കുള്ളൂ. ഒരു കൊല്ലം കഴിക്കില്ല, പിന്നെ കൊല്ലം കഴിക്കും. അപ്പൊ അത് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് നിലത്ത് വീഴാണ്ട് പൊട്ടിക്കണം, ചതയാണ്ട്. എന്നിട്ട് നന്നായി കഴുകി തുടയ്ക്കണം. ഇപ്പൊ നനവുണ്ട്, നനവ് പാടില്ല, പൂത്തുപോകും. നനവുണ്ടെങ്കിൽ പൂത്തുപോകും. അപ്പൊ വെള്ളം തന്നെ ഒഴിക്കല്ലേ. അപ്പൊ നമ്മളിതിൽ വെള്ളം ഒഴിക്കുക. വെറുതെ ഒരു പരീക്ഷണം ചെയ്ത് സാധനങ്ങളല്ല, വെള്ളം ഒഴിക്കാൻ. വെള്ളം എടുക്കാം. മൂലിക്കാരൻ അടുന്നു. ഓക്കെ, ഇനി ഞാനൊരു കുട്ടിയില് അരിഞ്ഞിടാം. നമുക്ക് പോയി ടി വി ഉണ്ടോ? മൈക്ക് എനിക്ക് തരണം. അമ്പഴങ്ങ അരിഞ്ഞുപ്പിലിടാം. ഞാൻ നീളനെയാണ് അമ്പഴങ്ങ ഇടാട്ടാ. ഇതില് വെള്ളം കയറിയിട്ടുണ്ടെന്നുണ്ട് കേട്ടാ. ചെറിയ കേടല്ല കേട്ടോ. ഈ ചോണ മാങ്ങയും ഇതുപോലെ ചോണയുടെ ഒരു സംഭവം ഉണ്ടാവില്ലേ, അതുപോലെ ദേ കണ്ട അമ്പഴങ്ങയുടെ ഇവിടെ ഒരു ചോണയുടെ ഒരു സംഭവം. ഞാനിങ്ങനെ നീളനെ ആക്കിയിട്ട് ഉപ്പിലിടും. നമ്മുടെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കില്ലേ നമ്മള്, ചെറിയൊരു മുളകും ചെറിയൊരു എരിവും ഉപ്പും കൂടിയിട്ട് കഴിക്കില്ലേ നമ്മള്, അതുപോലെ ഇതും ശരിക്കും മാങ്ങയുടെ പോലെ തന്നെയാണ്. ഇതിനും ചോണയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ട് അമ്പഴങ്ങ. അപ്പൊ ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു അമ്പഴങ്ങ എവിടെന്നെങ്കിലും കിട്ടിയ കുരു കുഴിച്ചിട്ടാലും മതിട്ടാ. ബഡ് ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാവും. ഞാനേ ഒരു എവിടെയായിരുന്നു സ്വപ്ന ചിത്രേന്നാണ് ഈ അമ്പഴങ്ങയുടെ തൈ വാങ്ങിച്ചത്. അപ്പൊ അവിടെ നിന്ന് ആ ചേച്ചി ഇത് സ്വീറ്റ് അമ്പഴാണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ തന്നു. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നി. ഇത് അച്ചാറിറങ്ങിന് ഇതിന് ഭയങ്കര മധുരമാണല്ലോന്ന്. എന്താ കാര്യം എന്നറിയോ, അതിന് തൊട്ട് മുമ്പ് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായി. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് 2 മണിക്കൂറത്തേക്ക് എന്ത് കഴിച്ചാലും മധുരാണല്ലോ. അപ്പൊ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച കാര്യം ഞങ്ങൾക്ക് ഓർമ്മയില്ലേ. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച കാരണം ഭയങ്കര മധുരം അമ്പഴങ്ങ. ഞാൻ ഈ അമ്പഴങ്ങ പച്ചക്ക് എന്നിട്ട് ഇവിടെ ഒന്ന് തിന്നു നോക്കി, പിന്നെ ആ ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് വെച്ചാൽ മധുരം ഇല്ല. എനിക്ക് മധുരമുള്ളത് ഇഷ്ടം പുളിയേക്കാളും. ഇവിടെ പ്രശാന്തേണ്ണ അവൾക്കും പുളിയെ ഇഷ്ടം, ജാനുവിനും. നംശിവിനും എനിക്കും മധുരം ഇഷ്ടം. അപ്പൊ മധുരം ഇല്ല. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി ഈ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായി. അത് കഴിച്ചിട്ട് അമ്പഴങ്ങ കഴിച്ചാൽ അമ്പഴങ്ങയ്ക്ക് ഭയങ്കര മധുരമായിരുന്നു, ഒരു പുളിയേ തോന്നിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്പഴങ്ങ ഞങ്ങളുടെ അമ്മ ഉണ്ടായി കഴിഞ്ഞ് കഴിച്ചപ്പോണ്ട് ചെറിയ പുളിയും വേറൊരു ചൊവ്വയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പോ നല്ല മധുരം ഉണ്ടായില്ലോന്ന്. എങ്ങനെയാ ഉണ്ടാവാണ്ടിരിക്കുക. അതല്ല ഞാൻ പറഞ്ഞു വന്നേ, നമ്മൾ സ്വപ്ന ചിത്രേന്നാണ് ഇതിന്റെ തൈ വാങ്ങിച്ചത്. അപ്പൊ ഇതുപോലെ അവർ കഴിക്കാൻ തന്നപ്പോ ഇതുപോലെ ഒരു കുരു ഉണ്ടായി അതിന്റെ ഉള്ളില്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു കഴിച്ചിട്ട് ആ കുരു ഇതുപോലെ അടർത്തി എടുത്തിട്ടേ ബാഗിലിട്ട് കൊണ്ടുവന്നു കുരു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാ അത് കൊണ്ടുവന്ന് നട്ടു ഞാൻ. അപ്പൊ ഇത് വലുതായതിന്റെ കൂട്ടത്തിൽ ആ തെയ്യും വലുതായി. ഞാനത് വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. വീട്ടിലേക്കാണോ രമ്യേച്ചിക്കാണോ? രമ്യേച്ചിക്കാ കൊടുത്തു വിട്ടെ. രമ്യേച്ചിക്ക് ഓഫീസിൽ വെക്കാനായിട്ട് കൊടുത്തു വിട്ടു. കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഇവിടുന്ന് വാങ്ങിച്ചൊക്കെ കൊണ്ടുപോയി രമ്യേച്ചി. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാൻ അന്ന് മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കാന്നൊന്നും പറഞ്ഞില്ലേ, ആ മിറാക്കിൾ ഫ്രൂട്ടിന്റെ തെയ്യും മിറാക്കിൾ ഫ്രൂട്ടും കഴിച്ചിട്ട് അതിന്റെ കുരു ഞാൻ ബാഗിൽ പൊതിഞ്ഞു വെച്ചു. ഇതിന്റെ കുരും പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് അതും നട്ടു, ഇതും നട്ടു. അത് രണ്ടും മുളച്ചു. മിറാക്കിൾ ഫ്രൂട്ട് കുറെ തെയ്യ് ഉണ്ടായി, ആർക്കൊക്കെയോ കൊടുത്തു. പിന്നെ സരിതേച്ചിയുടെ വീട്ടിൽ അത് ഒത്തിരി വലുതായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനും നട്ടു. അങ്ങനെ സ്വപ്നചിത്രയെ പോയപ്പോ വാങ്ങിച്ചത് കൂടാണ്ട് കഴിച്ചതിന്റെ കുരു അടക്കം ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. എനിക്ക് അങ്ങനെയുള്ളൊരു രോഗമുള്ളതാ. എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കഴിച്ചാൽ ആ കുരു ഞാൻ കുഴിച്ചിടും. അതെനിക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. മുമ്പത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം എൻ്റെ അച്ഛൻ ആ ഒരു ശീലം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അമ്പഴങ്ങയുടെ കഥ. അപ്പൊ നിങ്ങളിപ്പോ അമ്പഴങ്ങ വേണം എന്നുള്ളവര് പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലെങ്കിലും ആരെങ്കിലും അടുത്ത പുറത്തുള്ള വീടുകളിൽ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു കുരു കുഴിച്ചിട്ടാലും മതിട്ടാ. സൂപ്പറായിട്ട് ഉണ്ടായിക്കോളും, തെയ്യായിക്കോളും. അത് പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മള് ലെയർ ചെയ്ത തെയ്കളാണ് ഇതുപോലെ വേഗം ഉണ്ടാവുക. ലെയറിങ് എന്ന് പറയുമ്പോൾ
കൊമ്പിൽ നിന്ന് ഓൾറെഡി ആ മരത്തുമ്മ തന്നെ ആ കൊമ്പുമ്മ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ മണ്ണൊക്കെ കൂടി കെട്ടി വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കും തെയ്യാക്കിയിട്ട്. വേര് വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് നടും. അതാ ലെയറിങ്. ബഡ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു തെയ്യുമ്മ അതിന്റെ തല മുറിച്ച് കളഞ്ഞിട്ട് വേറൊരു തല കൊണ്ടുപോയി സ്ഥാപിക്കും. എന്നിട്ട് കെട്ടി പൂട്ടി വെച്ച് പിന്നെ അവിടെ നിന്ന് വരുന്ന മുളച്ച് വരുന്ന അവിടെ നിന്ന് വരുന്ന കൊമ്പുകൾ മാത്രം നിർത്തി പഴയ കൊമ്പുകൾ അടിയിൽ നിന്ന് വരുന്നതൊക്കെ കളയും. അതാണ് ബഡ്ഡിങ്. എന്റെ അറിവ് അങ്ങനെയാണ് കേട്ടാ. ഇനിയിപ്പോ തെറ്റുണ്ടാവോ? ഇനിയിപ്പോ ഒരു 100 കമന്റ് വരും, ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. തെറ്റുണ്ടാവാം, മനുഷ്യരല്ലേ ഞങ്ങള്. ഞാനും മനുഷ്യരാ, നിങ്ങളും മനുഷ്യരാ. ഇപ്പൊ പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ടാവും, അറിയണ കാര്യങ്ങളുണ്ടാവും. എനിക്ക് തെറ്റുപറ്റും, ഞാനത് സമ്മതിക്കുന്നു. എനിക്ക് പറഞ്ഞുതരാൻ എന്തൊക്കെ ഇഷ്ടാട്ടോ. അപ്പൊ ഞാൻ പറയാറുണ്ടാണോ അങ്ങനെയാണോ? എനിക്ക് ആ കൊള്ളി കഥയിൽ ഞാൻ പറഞ്ഞില്ലേ എന്താന്നറിയില്ല, അതിന്റെ വെള്ളം ഊറ്റി കളയണം എന്നാ പറയണേന്ന് കുറെ പേര് വന്ന് പറഞ്ഞു കേട്ടോ. എന്തോ സൈനഡ് വിഷത്തിന്റെ എന്തോ ഒരു അംശം ഉണ്ടെന്ന് കൊള്ളിയില്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം ഊറ്റി കളയണം എന്ന് പറയണേന്ന്. അയ്യോ, നമ്മുടെ സബ്ജക്റ്റ് മാറിപ്പോയില്ലേ. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ലെയർ ചെയ്യണത്. ലെയർ ചെയ്യണ തെയ്യാണ് നമ്മൾ വാങ്ങിച്ചത്. ഇപ്പൊ മിക്കതും ലെയർ ചെയ്യണ തെയ്കളെ ഇപ്പൊ കൂടുതലും ബഡ്ഡിങ്ങിനേക്കാളും കൊടുക്കണം. എന്ന് വെച്ചാൽ ലെയറിംഗ് ആണ് ഇത്രയും കൂടി സുഖം. ബഡ്ഡിങ് ആവുമ്പോ ആ ഒരു മരത്തിന്റെ ഫുള്ള് മുറിച്ച് കളയല്ലേ, മുകളിലോട്ടുള്ള തണ്ട് ഫുള്ള് മുറിച്ച് കളയല്ലേ. അപ്പൊ ലെയറിംഗ് ആവുമ്പോ ഒരു ഉണ്ടായ മരത്തുമ്പോ തന്നെ അതിന്റെ കൊമ്പാണ് ലെയർ ചെയ്തെടുക്കണേ. അപ്പൊ ആ മരത്തിന്റെ അതേ പ്രായം ഈ ചെടിക്കും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാവും. അതുമ്പോ നന്നായിട്ട് കായ പിടിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ അടുത്ത് പുറത്ത് വല്ലവരുടെ വീട്ടിൽ ഇപ്പൊ മിക്ക ആൾക്കാരും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോ ഇതും വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടുത്ത് പുറത്തൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു കായ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് നിന്നാ അങ്ങോട്ട് പഴുക്കും. പഴുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇത് മഞ്ഞയായിട്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്റെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കണം നമ്മുടെ രാജി ചേച്ചി ഇല്ലേ, മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ രാജി ചേച്ചി പറഞ്ഞു പഴുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അടി അമ്പഴങ്ങ, നല്ല മഞ്ഞ കളറായുമ്പോൾ നീ ഒന്ന് കഴിച്ചു നോക്കുന്നു. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. ഒന്നാമത് എനിക്ക് അമ്പഴങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഉപ്പിലിട്ടാലും അച്ചാറിട്ടാലൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പൊ പഴുത്ത് കഴിയുമ്പോൾ അതിന്റെ കുരു എടുക്കുക. പഴുത്തില്ലെങ്കിലും മൂത്തതിനും കുരു ഉണ്ടാവും. ഞാൻ മൂത്തതിന്റെ കുരു അന്ന് കൊണ്ടൊന്നും കുഴിച്ചിട്ടത്, അതൊക്കെ നട്ട് പിടിച്ചു. അപ്പൊ നോക്കി നോക്ക് കേട്ടാ. അങ്ങനെയൊക്കെ കിട്ടാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു തെയ്യ് വാങ്ങിച്ചു വെക്കേ, അല്ലെങ്കിൽ കുരു കുഴിച്ചിട്ട് തെയ്യ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തോ. സൂപ്പർ സാധനം. കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുമ്മേ കായ ഉണ്ടായി തുടങ്ങും. വേഗം ഉണ്ടാവും ചെയ്യും. അധികം 3 വർഷം 4 വർഷം ഒന്നും വേണ്ട. അത് ഞാൻ കാണിച്ചു തന്നില്ലേ പറമ്പില്, ഇത്ര ഉള്ള തെയ്യാണെങ്കിലും ഉണ്ടാവും. നമ്മൾ വാങ്ങുമ്പോഴേ ഉണ്ടായ തെയ്യ വാങ്ങിച്ചിട്ട് വെച്ച്. അങ്ങനെ നമ്മൾ കുറെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ചു. അതിലെല്ലാം കായ ഉണ്ടായി. അതൊക്കെ ഒരു സന്തോഷം. കുറെ പേർക്ക് ഇതൊക്കെ കുറെ പൊട്ടത്തരായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യങ്ങളാ. അതുമ്മയൊക്കെ ഉണ്ടായി. ഫസ്റ്റ് ഉണ്ടല്ലോ, ഇത് എന്നും പോയി നനയ്ക്കും. അപ്പൊ ഇത് എന്തോരം വലുതാവണത്. ഓരോരോ കാലഘട്ടം അതിങ്ങനെ ഓരോ വലുതായി വരുന്നു. ഇത്ര കൊമ്പുകൾ വന്നു. പിന്നെ പൂവിട്ട് തുടങ്ങിയപ്പോ ഞങ്ങൾ പിന്നെ ഓരോ ചെടികളും പൂട്ടോ ഏതൊക്കെ പൂട്ടു. ഇതാണ് ചർച്ച. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ വന്ന വീട് പണി ആ സമയത്തൊക്കെ എന്നും നനയ്ക്കാൻ വരും. വൈകുന്നേരം 5 മണിക്ക് 5 മണി തൊട്ട് 6 മണി വരെ ഞാൻ നടക്കും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യും, ചെടികൾ നനയ്ക്കാൻ വരും. പിന്നെ അങ്ങനെയാക്കി. അപ്പൊ വേനൽക്കാലത്ത് നനയ്ക്കാൻ വരണം, മഴക്കാലത്ത് ഞാൻ നടക്കാൻ പോകും. അങ്ങനെ അപ്പോഴൊക്കെ ഞാൻ ഇവിടേക്ക് ഒന്ന് കയറാൻ എന്തൊരു വെയിറ്റിംഗ് ആയിരുന്നു എന്നറിയോ. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോ വിചാരിക്കും ഇപ്പൊ കയറി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പെട്ടെന്ന് കയറിയ പോലെ തോന്നുന്നു. പക്ഷെ അന്ന് എന്തോരം നാളെ വെയിറ്റ് ചെയ്തിരിക്കണ, ഇത് എന്താ കഴിയാത്ത വീട് പണി എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇത്തിരി വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണെങ്കിലും ഭഗവാൻ ഒരുപാട് സന്തോഷം തന്നു എനിക്ക്. ഞാൻ എന്നും അമ്പലത്തിൽ പോണ ആളൊന്നല്ല കേട്ടാ. എനിക്ക് ദൈവവിശ്വാസം ഉണ്ട്. പക്ഷെ അമ്പലത്തിൽ പോയി പൈസ കൊടുത്ത് വഴിപാട് ചെയ്യേ അങ്ങനെയൊന്നുള്ള ആളല്ല ഞാൻ കൂടുതലും ശിവനെയാണ് വിളിക്കുക. എല്ലാ ദൈവങ്ങളും ഒന്നാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വളർന്നതൊക്കെ ആ ശിവന്റെ അമ്പലമാണ് ഞങ്ങളുടെ തൊട്ടടുത്ത്. ഇവിടെയും വന്നപ്പോൾ ഇവിടെയും ശിവന്റെ അമ്പല. അപ്പൊ ഞാൻ എൻ്റെ ശിവനേന്ന് വിളിച്ചിട്ട് ഓരോന്ന് പറയാ. ഞാനും ആളായിട്ടുള്ള ബന്ധം ഡയറക്റ്റാ. ഞാൻ ഡയറക്റ്റാ പറയും. എനിക്ക് അതിലാ വിശ്വാസം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരികൾ നിങ്ങളുടെ ശരികളാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയരുത് ഹരിത പറഞ്ഞത് മോശമായിന്ന്. ഞാൻ എൻ്റെ മാത്രം വിശ്വാസമാണ് പറയണേട്ടാ. ദൈവത്തിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ശക്തി ഇല്ലാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അത്ഭുതങ്ങളല്ലേ. ചെടികൾ വലുതാവുന്നതും കിളികൾ തന്നെത്താൻ കൂട് കൂട്ടണതും അതൊക്കെ എന്തൊരു അത്ഭുത. നമ്മുടെ പോലെയാണോ? അവര് ഓരോരോ ഇഴകൾ കൊണ്ടുവന്ന് മരത്തുമ്പോ വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയല്ലേ. ഭയങ്കര അത്ഭുതങ്ങളല്ലേ. അപ്പൊ ദൈവമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ശക്തിയൊക്കെ ഉണ്ട്.
എന്തോ എനിക്ക് അങ്ങനെയൊക്കെയുള്ള പൊട്ട ചിന്തകളാണ് കേട്ടോ. എനിക്കറിയില്ല ശരിയാണോ തെറ്റാണോന്ന്. ഞാൻ അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോവും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഉത്സവമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉത്സവത്തിന്റെ എല്ലാ കാര്യത്തിനും നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും, ഒക്കെ ചെയ്യും. അല്ലാതെ ഞാൻ എന്നും അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴലോ പൂജകൾ നടത്തലോ അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി കുറെ പൈസ നിക്ഷേപിക്കലോ അതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടാ. ഇതൊക്കെ എൻ്റെ ഓരോ വിശ്വാസങ്ങളാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇത് ഞാൻ പറയുന്നതെല്ലാം ശരിയാവണമെന്നും ഇല്ല കേട്ടാ. ഇനി കമന്റിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. അപ്പൊ നമ്മൾ കഥ പറഞ്ഞിട്ട് അരിയലൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പിലിട്ടാലോ? അപ്പൊ നമുക്ക് ഇതും ഉപ്പിലിട്ട് വെക്കാം. തൃശ്ശൂർക്കാർക്ക് അതൊരു ഇതാണ്, എല്ലാവർക്കും ടാ വരും അല്ലെങ്കിൽ ടോ വരും. ഓക്കെ, ഞാൻ കുറയ്ക്കാൻ നോക്കാം. നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. ഇതിൽ കൊള്ളില്ല എന്നാ തോന്നണേട്ടാ. ഉയ്യോട്ടാ വന്നു. ഉപ്പും മുളകിട്ട് വേണേ കുറച്ച് ജാനുവിന് നമുക്ക് കഴിക്കാൻ കൊടുത്തു നോക്കിയാലോ. മൊത്തയില് കൊള്ളില്ല എന്തായാലും. ബാലൻസ് ഉള്ളത് നമുക്കൊരു പാത്രത്തിൽ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് അവർക്ക് കുത്തി കഴിക്കാൻ കൊടുത്തു നോക്കാം. എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് ചെലവാക്കാം. നമുക്ക് ഇതിൽ ഉപ്പിടണ്ടേ? അയ്യോ, ഇത് ഇത്ര ഇട്ടത് അടയ്ക്കാൻ പറ്റില്ല അതിന്റെ അടപ്പ്. അപ്പൊ നമുക്കിനി ഉപ്പിടാം. ഉപ്പ് കൂടാവോ? കല്ലുപ്പിന്റെ അളവൊന്നും എനിക്ക് അറിയില്ല. പൊടിയുപ്പാണ് ഞാൻ ഇടാറേ, കല്ലുപ്പിന്റെ അളവ് എനിക്ക് അറിയില്ല. നമുക്കിതിൽ വെള്ളം ഒഴിക്കാട്ടാ. ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. എന്നാലും ഞാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഉപ്പിലിട്ട അമ്പഴങ്ങ റെഡി. കാണില്ലേ? കാണാൻ നല്ല ലുക്കല്ലേ? ഇങ്ങനത്തെ ചില്ലു കുപ്പിയിലൊക്കെ ഓരോ മാങ്ങയും അമ്പഴങ്ങയും പേരക്കൊക്കെ ഇട്ട് വയ്ക്കുമ്പോ കഴിക്കാൻ തോന്നൊക്കെ ചെയ്യും. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെക്കുകയാണേ. നമ്മുടെ ഉപ്പിലിടണ പരിപാടി തീർന്നുണ്ട് കേട്ടോ. നമിഷ് വിട്ടത് ഞാനിട്ടത്. വേറെ എണ്ണ വഴിക്ക് ചേട്ടാ അത് എടുക്കും. ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല, എന്നാലും പ്രശാന്തായിട്ട് അത് എടുക്കും. കുറ്റം പറയാൻ പറ്റില്ല അല്ലെ? ഇതിങ്ങനെ ഉപ്പിലിട്ടിരിക്കണ കാണുമ്പോ ആർക്കെങ്കിലും തിന്നാനൊക്കെ തോന്നും. എനിക്ക് അമ്പഴങ്ങി ഇഷ്ടമല്ലാത്ത ഒരാളാ, എന്നിട്ടും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൊതിയാവുണ്ടാ? അപ്പൊ ബാക്കിയുള്ള ഈ അമ്പഴങ്ങയിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കാം പിള്ളേർക്ക്. കൂടാവോ? ഓഹ്, ഇങ്ങനെയൊക്കെ എനിക്ക് വായയില് വെള്ളം വരുന്നു. മുളക് പൊടിയൊക്കെ ഇട്ട് കണ്ടപ്പോ ഇതില് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷെ ഈ പുളിയുള്ള സാധനങ്ങൾ കാണുമ്പോ നമുക്ക് വെള്ളം വരൂല്ലേ വായില്. ഉപ്പ് ഇടാം. ശരിക്കും വായില് വെള്ളം വരുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ശരിക്കും വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കി? ഇതൊന്ന് കണ്ടിട്ട് പറ, നിങ്ങൾക്ക് വായില് വെള്ളം വരുന്നുണ്ടോന്ന്. അപ്പൊ നമുക്കിത് പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാട്ടാ. ഇവിടെ കളയാണ്ട് കഴിക്കണം കേട്ടാ. കുത്തി തിന്നണ സ്പൂൺ വേണ? ഉപ്പും മുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇനി സ്പൂണ് തരാൻ വേണേ. അപ്പൊ അവിടെ പോവില്ല. മുളകില്ലാത്ത പീസ് ഉണ്ട്, ചില സ്ഥലത്തെ മുളകുള്ളൂ. ദേ ഇവിടെ ദേ കണ്ട, അത് ഇതിനൊന്നൊക്കെ എരിവ് കുറവല്ലേ? ദേ ഇതിനൊന്നും എരിവില്ല. ഞാൻ മറ്റേ സ്പൂൺ കൊണ്ടുവരാം. നമുക്ക് സ്പൂൺ എടുത്തിട്ട് വരാം. മറ്റെന്തിട്ടാ? ഫോർക്ക്. ഞാൻ കുത്തി തിന്നണ സ്പൂൺ എന്ന് പറയാ. ഫോർക്ക് എടുത്ത് കൊടുക്കാം. ഈ സംഭവമാണ് കേട്ടോ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണ ഫോർക്ക് തന്നെയാണോ ഇതിനെ പറയാ, എനിക്കറിയില്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാ. കുറെ എണ്ണുള്ള ഒരു പാക്ക് വാങ്ങിച്ചതാ. ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാ. കുറെ സാധനങ്ങൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല സാധന. ഇവര് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോ ഇതുകൊണ്ട് കുത്തി തന്നെയാ കഴിക്കും. ഇത് കാണുന്നുണ്ടോ ഇതില്? കണ്ടാ, 2 വിരല് പോലെ ഇങ്ങനെ നിൽക്കും, കുത്തും തിന്നും. അപ്പൊ ശരി, ഇനി നമുക്ക് സിനിമയ്ക്ക് പോകുമ്പോ കാണാം. ഞങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ഇടത്തരം കോമഡി ഫിലിം ഇരുന്ന് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂവിക്ക് പോകുമ്പോ കാണാം. ഇനി ടാറ്റ പറഞ്ഞേ. വലിയ കാര്യത്തിൽ ഞാൻ മൈക്കൊക്കെ കുത്തിയിട്ടുണ്ട്, പക്ഷെ അത് ഓണാക്കാൻ മറന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സൗണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോ 12 മണിക്ക് മൂവി ഉണ്ടെന്ന്, ജുറാസിക് വേൾഡ് ഉണ്ടെന്ന് കാണിച്ചിട്ടാണ് രാവിലെ തൊട്ട് പിള്ളേരോട് പറഞ്ഞേട്ടാ ജുറാസിക് വേൾഡ് കാണാൻ പോവാം. പക്ഷെ അവിടെ ചെന്ന് ടിക്കറ്റ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോഴാണ് മക്കളെ പറയാം. ഇതാണ് കേട്ടോ നമശിവിന്റെയും ജാനുവിന്റെയും ചങ്കായിട്ടുള്ള ഞങ്ങളുടെ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കളിക്കാനുള്ള കൂട്ടുകാരി മീനുകുട്ടി. മീനുകുട്ടീനെ വീഡിയോയിൽ കാണിച്ചില്ലെന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മീനുകുട്ടി ട്ടാ. പിന്നെ അമ്മ പോട്ടേന്ന് പോന്നിട്ടുണ്ട്. സന്ധിച്ചിട്ട പോട്ടയ്ക്ക് വന്നപ്പോ സന്ധിറ്റേനും കൂട്ടി പോകുന്നുണ്ട്. ഞങ്ങളെല്ലാരും കൂടിയാണ്
ജുറാസിക് വേൾഡ് കാണാൻ വേണ്ടി കയറിയത് കേട്ടാ. അവിടേക്ക് ടിക്കറ്റ് അവിടെ കൊടുത്തിട്ട് കാണണം. കയറാൻ നേരത്തെ ഞാൻ ആ കുട്ടിയോട് ചോദിക്കണം കേട്ടാ 3D ആണോന്ന്. അപ്പോൾ 3D അല്ലാന്ന് കുട്ടി പറഞ്ഞു കേട്ടാ. അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് എൻ്റെ ഒരു സംശയം, ഇതെന്താ 3D ആണോ എന്ന് ചോദിച്ചിരുന്നു. എന്നിട്ട് ആ കുട്ടി ഇത്തിരി കഴിഞ്ഞപ്പോൾ വന്ന് പറയാ, ചേച്ചി ഇത് JSK ആണ് കേട്ടോ പടം, ജുറാസിക് വേൾഡ് ഇന്നലെ വരെ ഉണ്ടായുള്ളൂ, മാറിയെന്ന്. എന്നെ ഗൂഗിള് പറ്റിച്ചു. ഞാൻ JSKക്കാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റിലെ പേര് പോലും ഞാൻ നോക്കിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമയമായി എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറി വേഗം. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ ഒരു മേളായിരുന്നു, കരച്ചലും വീഴ്ചലും. ഞങ്ങൾക്ക് ജുറാസിക് വേൾഡ് കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അതേ ഞാൻ കുറേ പോപ്കോണും വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഞാൻ കരയായിരുന്നു. പിന്നെ ഞാനതൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ ഇനി എന്തായാലും ജുറാസിക് വേൾഡ് OTTയിൽ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളെ കാണിക്കുന്നുള്ളൊരു പ്രോമിസൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ അതങ്ങോട്ട് സെറ്റാക്കി. JSK സൂപ്പർ പടം, അടിപൊളി പടാന്നും പറഞ്ഞ് ഇരുത്തി കാണിച്ച് ഒരു വിധത്തിൽ തിരിച്ചു കൊണ്ടുപോന്നേട്ടാ. അത് കഴിഞ്ഞിട്ട് ജുറാസിക് വേൾഡ് OTTയിൽ വന്നപ്പോൾ തന്നെ ഞാൻ അവരെ കാണിക്കുകയും ചെയ്തു കേട്ടാ. അപ്പൊ ശരി, ഇതാണ് ഇന്ന് പറ്റിയ അബദ്ധങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.